നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇതാണ് പോരാട്ട വീര്യം. ഇത് തന്നെയാണ് ടീം ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നത്. ഇംഗ്ലണ്ടിനെ 15 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് 4ാം T20 മത്സരവും വിജയിച്ച് 3-1 ഇപ്പോഴേ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി ഒരു മത്സരം കൂടി പരമ്പരയിൽ ബാക്കിയുണ്ട് എന്ന കാര്യം ഓർക്കുക. കൃത്യമായിട്ട് പോരാടി നേടിയ വിജയമാണിത്. കളിയുടെ തുടക്കം മുതൽ തിരിച്ചടികളിലൂടെ കടന്നുപോയി, പക്ഷെ തിരിച്ചടിച്ചു അങ്ങോട്ട് പിന്നീട് ടീം ഇന്ത്യ ഓരോ ഘട്ടത്തിലും. നോക്കുക, ഇന്ത്യയുടെ ഇന്നിങ്സിൽ സാക്കിബ് മഹ്മൂദ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഓവറിൽ മെയ്ഡൻ ഓവർ എറിഞ്ഞുകൊണ്ട് 3 വിക്കറ്റുകളാണ് പിഴുതത്. തിരിച്ചടിച്ചില്ലേ നമ്മുടെ ചുണക്കുട്ടികൾ. ബാറ്റ് കൊണ്ട് റിങ്കു തുടങ്ങി വെച്ചു. പിന്നെ ശിവൻ ദ്യൂബയും ഹാർദിക് പാണ്ഡ്യയും കിടിലോൽക്കിടിലൻ പ്രകടനങ്ങൾ നടത്തി നമ്മുടെ ഇന്നിങ്സിനെ രക്ഷിച്ചെടുത്തു. അതേസമയം മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് ഫ്ലൈയിങ് സ്റ്റാർട്ടാണ്. അടിച്ചങ്ങ് പറത്തി ബെൻ ഡക്കറ്റും ഫിൽ സാൾട്ടും കൂടി ചേർന്നുകൊണ്ട്. പക്ഷേ കളി കൈവിട്ടു എന്ന് തോന്നിച്ച ഘട്ടത്തിൽ പവർ പ്ലേയുടെ അവസാന പന്തിൽ ബെൻ ഡക്കറ്റിനെ പറഞ്ഞയച്ചുകൊണ്ട് ഇന്ത്യ കളി തിരിച്ചു പിടിക്കുന്നു. പിന്നാലെ ജോസേട്ടനെ പറഞ്ഞു വിടുന്നു, ഫിൽ സാൾട്ടിനെ പറഞ്ഞു വിടുന്നു. കളി നമ്മൾ പിടിക്കുന്നു. ഹാരി ബ്രൂക്ക് മനോഹരമായ ഒരു അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് ഭീഷണി ഉയർത്തിയപ്പോൾ അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടു പിന്നാലെ പറഞ്ഞു വിട്ടുകൊണ്ട് വരുൺ ചക്രവർത്തി വീണ്ടും കളി നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു. 18ാമത്തെ ഓവറിൽ അവസാന പന്തിൽ 6 അടിച്ചുകൊണ്ട് ആദിൽ റഷീദ് അവർക്കൊരു പ്രതീക്ഷ സമ്മാനിക്കുന്നു. അടുത്ത ഓവറിൽ ജെയ്മി ഓവേർട്ടൺ പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ ഇംഗ്ലണ്ടുകാരെ നിൽക്കുന്നു. എന്നാൽ ഹർഷിത് റാണക്ക് പ്ലാൻ വേറെയായിരുന്നു. അദ്ദേഹം മനോഹരമായിട്ട് എറിഞ്ഞു 19ാമത്തെ ഓവർ. ആ ഓവറിൽ സഞ്ജു സാംസൺ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ അതിലും ഒരു തളർച്ചയുമില്ലാതെ പോരാടി അവസാന പന്തിൽ ജെയ്മി ഓവേർട്ടൻ്റെ സ്റ്റമ്പ് തെറിപ്പിച്ച് കളി നമ്മുടെ കയ്യിലാകുമെന്ന് ഉറപ്പിച്ചു. ഈ മത്സരത്തിൽ കിടിലൻ ഡെബ്യൂ നടത്തിയ ഹർഷിത് റാണ. പിന്നെ അവസാന ഓവറിൽ ചടങ്ങ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. 15 റൺസിൻ്റെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ടീം ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 9 വിക്കറ്റിന് 181 റൺസ് എടുത്തപ്പോൾ ഇംഗ്ലണ്ട് 19.4 ഓവറുകളിൽ 166 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യയുടെ ഇന്നിങ്സിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇടവേള സമയത്ത് പറഞ്ഞതുകൊണ്ട് ഇനി വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. എന്നാലും പ്രധാനപ്പെട്ട സ്കോറർമാരെ ഒന്ന് എടുത്തു പറയാം. ശിവൻ ദ്യൂബെ 34 പന്തിൽ 53 റൺസ്, ഹാർദിക് പാണ്ഡ്യ 30 പന്തിൽ 53 റൺസ്. ഈ 2 പേരാണ് നമുക്ക് വേണ്ടി വലിയ സംഭാവനകൾ തന്നത്. പിന്നെ റിങ്കു സിംഗ് 26 പന്തിൽ നിന്ന് 30 റൺസ്, അഭിഷേക് ശർമ്മ 19 പന്തിൽ നിന്ന് 29 റൺസ്. സാക്കിബ് മഹ്മൂദ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഓവറിൽ 3 വിക്കറ്റുകൾ പിഴുതെടുത്തതാണ് തുടക്കത്തിൽ നമുക്ക് തിരിച്ചടിയായി മാറിയത്. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ഫിൽ സാൾട്ടും ബെൻ ഡക്കറ്റും ചേർന്നുകൊണ്ട് അടിച്ചങ്ങ് തുടങ്ങി. 6ാമത്തെ ഓവറിലാണ് ബെൻ ഡക്കറ്റ് മടങ്ങി പോകുന്നത്. അപ്പോഴേക്കും അവർ 62 റൺസിലേക്ക് എത്തിയത്. പക്ഷേ തൊട്ടു പിന്നാലെ ഫിൽ സാൾട്ടിനെ മടക്കി വിടുന്നു, ജോസ് ബട്ട്ലറെ മടക്കി വിടുന്നു. കളി നമ്മൾ പിടിക്കുന്നു. ബെൻ ഡക്കറ്റ് 19 പന്തിൽ നിന്ന് 39 റൺസാണ് എടുത്തത്. രവി ബിഷ്ണോയുടെ പന്തിൽ സൂര്യകുമാർ യാദവ് പിടിച്ചു പുറത്താവുകയായിരുന്നു. ഫിൽ സാൾട്ട് 21 പന്തിൽ നിന്ന് 23 റൺസ് എടുത്തു. അക്സർ പട്ടേലാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് എടുത്തത്. ജോസ് ബട്ട്ലർ 3 പന്തിൽ നിന്ന് 2 റൺസ്. രവി ബിഷ്ണോയിയാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്. ഹാരി ബ്രൂക്ക് മനോഹരമായിട്ട് കളിച്ചു. 6 സെഞ്ചുറി നേടി, 5 4ഉം 2 6ഉം. പക്ഷേ ഡേഞ്ചറസ് ആയി മാറിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ വരുൺ ചക്രവർത്തിയുടെ പന്തിൽ റിവേഴ്സ് സ്കൂപ്പിന് പോയി അർഷ്ദീപ് സിംഗിൻ്റെ കൈകളിൽ ഒടുങ്ങി മടങ്ങാനായിരുന്നു വിധി. 26 പന്തിൽ 41 റൺസാണ് അദ്ദേഹം നേടിയത്. ലിവിങ്സ്റ്റൺ 13 പന്തിൽ നിന്ന് 9 റൺസ് എടുത്തപ്പോൾ ബെയ്ത്തല്ല 9 പന്തിൽ നിന്ന് 6 റൺസാണ് എടുത്തത്. കാഴ്സ് ഡക്കായി. ജെയ്മി ഓവേർട്ടൺ 15 പന്തിൽ നിന്ന് 19 റൺസ്. ആർച്ചർ ഡക്കായി. ആദിൽ റഷീദ് 6 പന്തിൽ നിന്ന് 10 റൺസുമായിട്ട് പുറത്താകുന്നു. സാക്കിബ് മഹ്മൂദാണ് അവസാനം ഔട്ടായത്. 2 പന്തിൽ നിന്ന് 1 റൺസാണ് അദ്ദേഹം നേടിയത്. ഇന്ത്യക്ക് വേണ്ടി കിടിലൻ ഡെബ്യൂ ഹർഷിത് റാണ. 4 ഓവറിൽ 33 റൺസിന് 3 വിക്കറ്റ്. രവി ബിഷ്ണോയി 4 ഓവറിൽ 28 റൺസിന് 3 വിക്കറ്റ് എടുത്തുകൊണ്ട് തകർപ്പൻ ബൗളിംഗ് പ്രകടനം നടത്തി. അക്സർ പട്ടേൽ 3 ഓവറിൽ 26 റൺസിന് 1 വിക്കറ്റ് എടുത്തു. വരുൺ ചക്രവർത്തി ഒരിക്കൽ കൂടി മിന്നിക്കത്തി. അദ്ദേഹം 4 ഓവറിൽ 28 റൺസിന് 2 വിക്കറ്റ് എടുത്തപ്പോൾ അർഷ്ദീപ് സിംഗ് 3.4 ഓവറുകളിൽ 35 റൺസിന് 1 വിക്കറ്റാണ് നേടിയത്. അങ്ങനെ തകർപ്പൻ പ്രകടനം നടത്തി ഈ ടീം ഇന്ത്യ 15 റൺസിന്റെ വിജയം പിടിച്ചെടുത്ത് ഇതാ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.